ഗുഡ് മോർണിംഗ്. നല്ല ഒരു പ്രഭാതം നേരുക കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് ആരാ? കുട്ടികളാണോ അതോ മാതാപിതാക്കളാണോ? എടുത്തിയാടി ആൻസർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മാതാപിതാക്കളുടെ അമിതമായ പ്രതീക്ഷ കുട്ടികളുടെ ഭാവി തകർക്കുന്നുണ്ടോ? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്സ് ആദ്യം പറയാം, എന്നിട്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തോളാം. യെസ് ഓർ നോ പറയുന്നത് വ്യക്തതയായിട്ട് പറയുക. ചില സമയങ്ങളിൽ അതങ്ങനെ വരുന്നേ. ഒരാളുടെ അമിത പ്രതീക്ഷ ഒരു 10 വർഷം കൊണ്ടും 20 വർഷം കൊണ്ടും ഉള്ളത് അങ്ങനെ ചില സമയങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം വരുന്നതാണോ? സ്നേഹ പറയൂ. മാതാപിതാക്കൾക്ക് നേടാൻ കഴിയാത്തത് കുട്ടികൾ നേടാൻ. വെരി ഗുഡ് പോയിന്റ്. എന്തുവാ? മാതാപിതാക്കൾക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. IAS ആവണോ, IPS ആവണോ. മാതാപിതാക്കളെ ഈ കൊച്ചുനാളിൽ കുറെ പേര് ഇങ്ങനെ ഉപദേശിക്കുമല്ലോ. ആ ഉപദേശം എല്ലാം ഇവരുടെ മനസ്സിൽ ഇരിക്കുക. ആരുടെ മനസ്സിൽ? മാതാപിതാക്കളുടെ മനസ്സിൽ ഇരിക്കുക. എവരെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. എവരെ കൊണ്ട് കഴിയാതായപ്പോഴത്തേക്ക് അവരെന്തോ പറയുന്നത്? അത് എന്റെ കുഞ്ഞ് അത് നേടിയെടുക്കും. മനസ്സിലാവുന്നോ? അങ്ങനെ ഒരു ചിന്ത ഇവരുടെ തലച്ചോറിൽ കയറുന്നത് മാതാപിതാക്കളുടെ പ്രതീക്ഷ എന്ത് ചെയ്യും? സാബുജയ നമസ്കാരം. നിങ്ങളിപ്പോ കാണുന്നില്ലല്ലോ കേട്ടോ. അപ്പം കുട്ടികളുടെ ജീവിതം അവരുടെ സ്വപ്നത്തിനനുസരിച്ച് പോണം. സംശയമുണ്ടോ? ഇല്ല. കുട്ടികളുടെ ജീവിതം അവനവന്റെ സ്വപ്നം അനുസരിച്ച് പോണം, അതോ മാതാപിതാക്കളുടെ സ്വപ്നം അനുസരിച്ച് പോണോ? ഇതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായോ? നേഹമോളുടെ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞോ? നിയാമോടെ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞോ? നിയാടെ പറഞ്ഞോ, കേൾക്കട്ടെ. സ്വപ്നം പറയാനല്ല പറയാം. എന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞു. എന്താണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവള് ചുമ്മാ സമയം കളയും. സ്നേഹ പറയടേ. മനസ്സിലായോ? പറയടേ. കോഴി തൂറിയോ എന്നാ ഞാൻ ഇപ്പൊ ചോദിച്ചത്. മനസ്സിലായോ? ഇനി പറയടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയും കൂടെ പറയുക. നിങ്ങള് ഒരു സ്വപ്നം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരുടെ സ്വപ്നം അനുസരിച്ചും വീട്ടുകാരുടെ സ്വപ്നം അനുസരിച്ചും ജീവിക്കും. അതിന് വീട്ടുകാരെ പറഞ്ഞാൽ പറ്റി. എടേ നീ നിന്റെ വീട്ടുകാരെ പറഞ്ഞ അവര് കൊച്ചുനാൾ തൊട്ടേ അവരുടെ അറിവനുസരിച്ച് എന്തോ പറഞ്ഞു തരുന്നുണ്ട്. അവര് മാക്സിമം പറഞ്ഞു തരും. എന്തോ പറഞ്ഞു തരും? അങ്ങനെ വളരണം, ഇങ്ങനെ വളരണം, ഇത് പടി, ഇങ്ങനെ വളരണം, എങ്ങനെ വളരണം. അവരൊരു ഗൈഡിങ് തരും. എന്തോ ഗൈഡിങ് തരും? അവരുടെ അറിവ് വെച്ചേ തരാൻ പറ്റും. മനസ്സിലാവുന്നോ? അവിടെയാണ് പ്രോബ്ലം വരുന്നത്. അവർ വിദ്യാസം. അതുകൊണ്ടാണ് ഡോക്ടറുടെ മക്കൾ ഡോക്ടറായി മാറുന്നത്, കളക്ടറുടെ മക്കൾ കളക്ടറെ പറ്റി ചിന്തിക്കുന്നത്. അത് നീ അവരെ പഠിപ്പിക്കണ്ട. കാരണം എന്താ? ഇത് പിടിച്ചോ. അവർക്ക് അതിനെപ്പറ്റി കൃത്യമായ നോളജ് അപ്പൻ പറഞ്ഞു കൊടുക്കുകയല്ല, അവർ കാണുകയാണ്. അവർക്ക് സമൂഹത്തിൽ അവരുടെ അപ്പന് കിട്ടുന്ന സ്റ്റാറ്റസ്, അവരുടെ മക്കൾ എങ്ങനെയാണ് നടക്കുന്നത്. മനസ്സിലാവുന്നോ? ഇത് അതുകൊണ്ടാണ് കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തം വരുന്നതും. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? കേരളത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത് ഇടകലർന്നാ ജീവിക്കുന്നത്. ആരോടെ? SC ജനങ്ങളായാലും ദളിതരായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഇവർ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പൊ ഒരുമിച്ച് ജീവിക്കുമ്പം അവർ കാണുകയാണ് അവരുടെ ലൈഫ്, ഇവരുടെ ലൈഫ് കാണുകയാണ്. സൊസൈറ്റിയിൽ നിന്ന് ഇവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നു. MD മുഹമ്മദ് ശരിയാണ്. താങ്ക് യു. ലിജോ ജോർജ് എന്തോ പറഞ്ഞേ? സ്വപ്നങ്ങൾ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണം. റിയലി. അപ്പം നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റണം. മനസ്സിലാവുന്നോ? ലിജോ പറഞ്ഞ പോലെ നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഇവിടെ സ്വപ്നം, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്ന കുട്ടിയുടെ സ്വപ്നം ഇല്ലാതായി പോയാലോ? അബ്ദുൽ കലാം ആസാദ് ആ പോസ്റ്റിൽ എത്തിയത് അദ്ദേഹത്തിന് സ്വപ്നമുണ്ടായിരുന്നു, അല്ലാതെ കാലങ്ങൾക്കനുസരിച്ച് മാറുന്ന സ്വപ്നമല്ല.
ആ ഡ്രീംസ് എന്ന് പറയുന്ന സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ദാഹമായിരിക്കണം. ദാഹം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കുടിക്കും, വെള്ളം കുടിക്കും. ഇതേപോലെ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ദാഹിക്കണം, അത് നേടിയെടുക്കണം. ദാഹം വന്നാൽ എന്ത് റിസ്ക് എടുത്തും വെള്ളം കുടിക്കുന്നത് പോലെ നിങ്ങളുടെ ദാഹമായി നിങ്ങളുടെ സ്വപ്നം മാറുമ്പോൾ നിങ്ങൾ കൃത്യമായി അത് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾക്ക് എന്തിനാണ് പപ്പ എപ്പോഴും പറയുന്നത് ലക്ഷ്യം വേണം, സ്വപ്നം വേണം? എന്തിനാ? ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡ് യാത്ര ചെയ്യാൻ പറ്റൂ. നമുക്ക് ഡയറക്ഷൻ കറക്റ്റ്, നമുക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റൂ. 100 മീറ്റർ മത്സരം അല്ലെ ഒരു മാരത്തോൺ ഓട്ടം നടക്കുക, ഒരുത്തൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഡൈവേർഷൻ വഴി കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി ഓടിയാലോ ലക്ഷ്യത്തിലെത്തത്തില്ല, താമസിക്കുന്നില്ല, അവൻ വേറെ ഏതെങ്കിലും കാട്ടി പോവും. കഴിവുള്ളവനായിരുന്നു. അപ്പൊ കഴിവുള്ളവൻ കൃത്യമായി പോകണമെന്നുണ്ടെങ്കിൽ അവന് കൃത്യമായ ലക്ഷ്യം അറിയണം. മനസ്സിലാവുന്നു? ഞാൻ നിങ്ങൾ പറയുന്നത് എന്തിനാണെന്നറിയാം? എൻ്റെ പല്ലെടുത്തുകൊണ്ട് എനിക്ക് വേദനയുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു സാമാന്യമായ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോഴും പറയാനുള്ള കഴിവില്ല, അത് മാറ്റിയെടുക്കണം. മനസ്സിലാവും? അത് നമ്മൾ നേഹ കാണിക്കട്ടെ, അവൾ കൊണ്ടെന്നാ പറഞ്ഞു. നേഹ ഉണ്ടെങ്കിൽ പറയൂ. അപ്പം നമ്മുടെ ഒരു പോയിന്റ്സ് എന്തുവാന്ന് മനസ്സിലായോ? എന്തോ പോയിന്റ് എന്തോ? മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നു. നമ്മളത് പറഞ്ഞു. കുട്ടികളുടെ സ്വപ്നം അനുസരിച്ച് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ അതിനകത്ത് ആഡ് ചെയ്തു, സ്വപ്നം എന്താണെന്ന് കുട്ടിക്ക് അറിഞ്ഞിരിക്കണം, എന്നാലല്ലേ യാത്ര ചെയ്യാൻ പറ്റൂ. മനസ്സിലാവുന്നോ? അല്ല, അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഇടപെടുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കൃത്യമായി പഠിക്കുന്നു. ഇപ്പൊ നീ തന്നെ കണ്ട മൗന് ഇങ്ങനെ കടിച്ചു വരുവാ. കാര്യം എന്താ? ഇത് തോൽക്കുന്നവന്റെ ഫസ്റ്റ് സ്റ്റെപ്പാ. മനസ്സിലാവുന്നു? നിങ്ങൾ കൃത്യമായ ഒരു താളം ഉണ്ടാവണം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുഞ്ഞുങ്ങളായി ഇന്നത്തെ കുഞ്ഞുങ്ങൾ മാറിയാല് മനസ്സിലാവുന്നു? മനസ്സിലായി. അപ്പം നിയമങ്ങളെ ബുദ്ധിമുട്ടി ഒന്നും പറയണ്ട. ഞാൻ പറയുമ്പോഴേ നിങ്ങൾ ഇത്രയും പേര് കാണുന്നില്ലേ, നിങ്ങളൊരു മോഡലായി മാറണം. നിങ്ങൾ കൃത്യമായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ഉള്ളിലെ സ്വപ്നത്തിനനുസരിച്ചായിരിക്കണം. കാരണം എന്താ ഞാൻ ഇത്രയും കൃത്യമായി നിങ്ങളോട് പറയുന്നത്? ഞാൻ ലിനിയുടെ സ്വപ്നത്തിൽ പോലും കൈയെടുത്താൻ പോയിട്ടില്ല. ലിനിക്കിപ്പം പൊളിറ്റിക്സിൽ പോകണോ? പൊയ്ക്കോ. ലിനി PhD എടുത്തിട്ട് വേറെ എന്തെങ്കിലും പോകണം? പൊയ്ക്കോ. ഞാൻ ലിനിയോട് ഇന്ന ദിവസം വരെ പറഞ്ഞിട്ടില്ല ഇന്ന ജോലിക്ക് പോകണം, ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. കാര്യം എന്താ? നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് നിങ്ങൾ യാത്ര ചെയ്തോ. നിങ്ങൾ ഇന്ന് കൊട്ടാരക്കര പോകണം, പൊയ്ക്കോ. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകണം, പൊയ്ക്കോ. പക്ഷെ എപ്പോഴും നിങ്ങൾ തിരുവനന്തപുരത്ത് പോകുന്നതിന് എന്നെ വലിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത്. നിങ്ങളുടെ ഒരു വളർച്ചയ്ക്കും നമ്മൾ എന്തല്ല, തടസ്സമല്ല. എന്നാൽ ഞാൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാനീ പറയുമ്പോൾ ഇതിനിടയ്ക്ക് കയറാതിരിക്കാനാ. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ ഇനി അവസാനം പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. മനസ്സിലായോ? അപ്പം കുട്ടികളുടെ ജീവിതമാണെന്ന് കരുതി മാതാപിതാക്കൾ അതിൽ കയറി അലമ്പരുത്. അവരും ഒരു മനുഷ്യരാണ്. അവരുടെ പ്രതീക്ഷകളും അവരുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവൽക്കരിക്കേണ്ടത് അവന്റെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പ കുറച്ച് പോയിന്റ്സ് പറയാൻ പോവാം. ഇനി ഒരു മാതാപിതാക്കളുടെ സൈഡിലേക്ക് വന്ന പ്രതീക്ഷ തെറ്റാണോ? അല്ല. പക്ഷെ അമിത പ്രതീക്ഷ തെറ്റാണ്. കാരണം ഞങ്ങൾ കൊച്ചുനാളി പഠിച്ചിട്ടുണ്ട്, എന്തോടെ ഉറുമ്പിനെ കൊണ്ട് അങ്ങനെയായിരുന്നു, ഉറുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കും. മനസ്സിലായോ? കാരണം അതിനത്രയും വലിയൊരു അതിന്റെ കഴിവ് ഇപ്പൊ നേഹമോടെയും നിയമോടെയും കഴിവ് ആര് മനസ്സിലാക്കണം? നിങ്ങളുടെ മാതാപിതാക്കളായ ഞാനും ലിനിയും മനസ്സിലാക്കണം. മനസ്സിലാവുന്നു? നമ്മുടെ ലിയോണയുടെ കഴിവും നമ്മൾ മനസ്സിലാക്കണം. ലിയോണയെ കൊണ്ട് ഇത്രയും നടക്കാൻ പറ്റുമോ? അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലിയോണയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൂരം ഇച്ചിരി കുറയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് നടക്കും. ഇതേപോലെ തന്നെ നിങ്ങളെയും ഞങ്ങൾ എന്ത് ചെയ്യും? പ്രതീക്ഷിക്കും. പക്ഷെ ഞങ്ങൾക്ക് അമിത പ്രതീക്ഷ ഇല്ല. ഓവർ എക്സ്പെക്ടേഷൻ ഞങ്ങൾക്കില്ല, ഒരു പൊടി പോലും ഇല്ല. പക്ഷേ എവിടെയാണ് ഒന്നാമത്തെ വാചകം? നിങ്ങൾ ആലോചിച്ചോണം. കുട്ടിക്ക് എന്തോ വേണം? ലക്ഷ്യം വേണം, സ്വപ്നം വേണം. ആ സ്വപ്നത്തിൽ പോകുന്ന കുഞ്ഞിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു കുഞ്ഞിനെ നമ്മൾ എന്ത് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണ്ടേ? കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കണം. ഐഡിയ കിട്ടിയോ? അപ്പം ഞങ്ങളൊരു ലക്ഷ്യം നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റാ. മനസ്സിലായോ? കഴിവില്ലാത്ത ഒരാളെ കൊണ്ട് ഞാനിപ്പോൾ പറയുക അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അത് അടിച്ചേൽപ്പിക്കുക തെറ്റാണ്. പിന്നെ സ്നേഹമോടെ മാർക്ക് പപ്പ ചോദിക്കാറുണ്ടോ? ചുമ്മാ നിങ്ങൾ വന്ന് പറയും, അതല്ലേ ശരി? അപ്പം ഞാൻ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുകയാണ്. മാർക്കല്ല ഒരു കുട്ടിയെ നിർണയിക്കുന്നത്. മനസ്സിലായോ? മാർക്കല്ല ഒരു കുട്ടിയെ നിർണയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട്? ഇല്ല. അപ്പം ആ കുട്ടിയുടെ സ്വഭാവം, ആ കുട്ടിയുടെ ആത്മവിശ്വാസം, ആ കുട്ടിയുടെ ഊർജ്ജസ്വലത,
ആ കുട്ടി എടുക്കുന്ന സ്ട്രെയിൻ, റിസ്ക്, ഇതെല്ലാം ഞാൻ കാണാതിരിക്കാൻ പറ്റൂ? ലക്ഷ്യബോധം, ആത്മവിശ്വാസം. അപ്പോൾ ഈ കുട്ടി ഇത് ചെയ്യും എന്ന അടിയുറച്ച ഒരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാനിത് പറയുമോ? ആരോടാ പറയുന്നത്? ഇല്ല. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് പറയുമ്പോൾ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ വിജയിക്കാൻ ശ്രമിക്കും. മോനെ, ഞാൻ തോറ്റു ഒരു ജീവിതത്തിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും മാർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളെല്ലാം കറക്റ്റ് ഒരുവിധം ചെയ്തൊരാളുമാണ്. എന്നാലും എനിക്ക് എന്തില്ല, ഞാൻ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ കൂട്ടേ നിഷേധാത്മക മനോഭാവം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇനിയെ പോലെ ഒരാൾ നല്ലത് പറഞ്ഞു തരുമ്പോഴും ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? നീ എൻ്റെ കണ്ണൂടെ എന്ന് ഉള്ളിൽ പറയുന്ന ഒരു ക്യാരക്ടർ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ മാറുന്നത് 2017 തോന്നി. അതെങ്ങനെയാ? നമ്മുടെ പി വിജയൻ സാറിൻ്റെ അടുത്ത് പോയി എൻ്റെ മൈൻഡിനെ എൻ്റെ പോരായ്മ എന്തോന്ന് തിരിച്ചറിയാൻ വേണ്ടി പോയി. മനസ്സിലായോ? ഞാൻ പി വിജയൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. 2017 എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര വയസ്സായി? ഇപ്പോൾ എത്ര ആയിടി? 40ാമത്തെ വയസ്സിലാണ് പോകുന്നത്. ആലോചിച്ചോണം. 48 ആവുന്നേ ഉള്ളൂ. അപ്പം ഡിസംബർ 8 ആവത്തേ ഉള്ളൂ. അപ്പം ഞാൻ എന്ന് പോയി അവിടെ പോയി 40ാമത്തെ വയസ്സിലാണ് ഞാൻ ചിന്തിക്കുന്നത് ജയിക്കുന്നതിന് മാറേണ്ടത് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞത് അന്നാ. മനസ്സിലായോ? എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാമ്പസുകൾ വിടുകയോ എൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് അന്ന് മുതലേ കളഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചത്, എൻ്റെ പോരായ്മ മനസ്സിലാക്കിയത് എപ്പോഴാ? എൻ്റെ 40ാമത്തെ വയസ്സിലാണ്. മനസ്സിലായോ മോനെ? മനസ്സിലായി. ആ, നിങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ട് നടന്നോ? അപ്പം 42 പട്ടികൾ അതൊന്നും അല്ല പഠിക്കേണ്ടത്. അതിനകത്ത് പറഞ്ഞ പോയിന്റ്സ് അല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള. അപ്പോൾ അതിനകത്ത് ഒരു സത്ത ഞാൻ പറയുന്നത്. നേഹയുടെ മുഖം ഉടനെ പിന്നെയും മാറിയിട്ട് നേഹ പറയുന്നത് ഞാനങ്ങ് സപ്പോർട്ട് ചെയ്തു. അതിനാ നേഹ അങ്ങനെ പറയുന്നത്? നേഹ പറയുമ്പോൾ, ഞാനൊരു കഥ പറയുമ്പോഴേ ആ കഥയിൽ നിന്ന് നേഹ എന്താ ഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്, കഥയല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണം? നിങ്ങൾ മാറാനുള്ള സ്റ്റെപ്സ് എടുത്തോണം. മാതാപിതാക്കളെ പഴിക്കരുത്. ചിലപ്പം എനിക്കിപ്പം എടിലിനി എന്നേക്കാൾ ഫോണിലും ഇന്റർനെറ്റിലും ഒക്കെ കൂടുതൽ അറിവുള്ളത് ആർക്കാ? എവർക്കല്ലേ? സംശയമില്ല. ഇത്രയും വിദ്യാഭ്യാസം ചെയ്യുന്ന എനിക്ക് ഉള്ളതിനേക്കാൾ ആ വക ടെക്നോളജിക്കലി നോളജ് നിങ്ങൾക്കുണ്ട്. ഉണ്ടോ? എന്തുകൊണ്ട്? ഈ പട്ടിയാണ് കടിക്കൂടെ ഓടിച്ചു കുറേ. അപ്പോൾ അത്രയും വിദ്യാഭ്യാസം ആർക്കുണ്ട്? നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നു? അത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ആ രീതിയിലാണോ നിങ്ങൾ സംസാരിക്കുന്നത്? പിന്നെ ഞാനില്ല ഇനി ഇതുവരെ ഇനി ഇവരുടെ സ്കൂളിൽ നല്ലോണം പഠിക്കുന്ന കുട്ടിയാരടിയാ അവരുടെ ക്ലാസ്സിലെ? എനിക്കും അറിയത്തില്ല. നിങ്ങളിവരുടെ കൂട്ടുകാർ നല്ല ക്വാളിറ്റിയുള്ള കൊച്ചുങ്ങളെ നീ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമ്മൾ പുത്തൂർ വെച്ച് കണ്ട കൊച്ച്, ഒരു പാവപ്പെട്ട കൊച്ച്, എന്തോ കൊച്ചിൻ്റെ പേര്? അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇടാൻ ഞാൻ പറയൂ? ഇവളിടത്തില്ല. കാരണം എന്താ? ആ കൊച്ച് നല്ലൊരു സുഹൃത്തായി മാറിയാൽ അവൾ ഇല്ലായ്മയെന്നൊക്കെ ഉള്ളൊരു കൊച്ചായിരിക്കും. പക്ഷെ അവളുടെ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ട് ഒരു IAS ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൊച്ചാന്ന്. നമുക്ക് ഈ പറയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ആരെയാണ് സൗഹൃദത്തിലെടുത്തത്? ആ സൗഹൃദം കാണുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പഠിപ്പിക്കണ്ട. നിങ്ങൾ എടുത്തേക്കുന്ന നിങ്ങളുടെ ലെവൽ എങ്ങനെയാണ്, നിങ്ങളുടെ അംബീഷൻ എന്താണ്. അല്ലാതെ എന്നോട് ഇങ്ങനെ വന്നിട്ട് അപ്പം ഞാൻ ഇന്നതാവും പറയണ്ട. മറ്റുള്ളവരുടെ മനസ്സ് റീഡ് ചെയ്യുന്ന ആ പണിയും കൊണ്ട് നടക്കുന്ന നമുക്ക്, നിങ്ങൾ എടുക്കുന്ന സെലക്ഷൻ, നിങ്ങളൊരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ നോക്കും നിങ്ങൾ എങ്ങനെ ഫുഡ്, ഞാൻ മിണ്ടത്തില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കും എൻ്റെ കുഞ്ഞെങ്ങനെയാണ് ആ ഫുഡ് എടുക്കുമ്പോൾ ഒരു സെലക്ഷൻ എന്തിനുമായി ബന്ധപ്പെട്ട അവർ ഫുഡ് വേസ്റ്റ് ആക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടിയിട്ടാണോ അത് പറഞ്ഞത്. ഒരു 100 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോവും. പക്ഷെ ഞാൻ പറയുമോ? കാരണം എന്താ? നിങ്ങളുടെ ഇഷ്ടങ്ങളെ എതിർത്തില്ല ഞാൻ. പക്ഷെ നിൻ്റെ അമ്മയോടൊക്കെ ഞാൻ സൂചിപ്പിക്കും, എന്താ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയെന്ന് ചോദിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേക്കും, ഇന്നലെ പറഞ്ഞു പപ്പേ 3 മണിക്ക് അർജന്റീനയുടെ കളിയാണ്, ഞങ്ങൾ കണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ കാണാം. കണ്ടോ? എനിക്കറിയാലോ കാണില്ലെന്ന്. മനസ്സിലാവുന്നു? അപ്പോൾ ഈ പറയുന്ന നേഹയ്ക്ക് ഇതിങ്ങനെ പറയുമ്പോൾ അങ്ങ് മുഖമൊക്കെ മാറി. എന്താ കാര്യം? ഞാൻ പോസിറ്റീവ് മാത്രം നേഹയ്ക്ക് പറഞ്ഞു കൊടുക്കണം. നോക്ക് നേമോനെ ഇങ്ങോട്ട് നോക്കടാ. നെഗറ്റീവ് ഒന്നും അല്ല ഇത്, നെഗറ്റീവ് ഒന്നും അല്ല. എഴുന്നേറ്റില്ലെന്ന് പറയുന്നത് എന്തോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? എന്നിട്ട് നിങ്ങളോട് രാവിലെ കണ്ടോളാൻ പറഞ്ഞ എന്താ? എന്നാ ഒന്ന് കാണാം.
മനസ്സിലാവുന്നു? അപ്പം നമ്മൾ വന്നേ, ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ ഒരാളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടില്ല കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ മാർക്ക് എത്രയാണ്? പക്ഷേ എൻ്റെ കൊച്ചുകാലത്ത് എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നറിയാം, വൈകിട്ട് സ്കൂൾ വിടുമ്പോൾ ഇല്ല കനാലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും. അതിലേക്കൂടെ കെട്ടിടത്ത് ജോൺ തോമസ് പോകുന്നത്. ജോൺ തോമസിന് ഒരു വിഷയത്തിന് 45-ൽ താഴെ മാർക്ക് വരത്തേയില്ല. മനസ്സിലാവുന്നു? അവൻ SSLCക്ക് പോലും 550 കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ടോപ്പായിരുന്നു അവൻ 93-ൽ. ഉടനെ അമ്മ ഇഞ്ഞു വിളിക്കും, യോമനെ മാർക്ക് പറഞ്ഞോടാ. യവൻ മുന്നേ ഓടി വരും. എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ അമ്മ അവിടെ നിൽപ്പുണ്ട്, കൃത്യമായിട്ട് ആദ്യം മാർക്ക് പറയാം. ഓ അമ്മാമ്മ എനിക്ക് 47 ഉള്ളൂ. എങ്ങനെ 47 ഉള്ളൂ? നമ്മളിവിടെ 32 അടിച്ചായിരിക്കും നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ആവറേജാ. ഒരു അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. അമ്മയ്ക്ക് ഒരു 35-40 കൂടുതൽ കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല. മനസ്സിലാവുന്നു? അപ്പം ഞാനിത് ഒന്ന് മെനുക്കിയെടുക്കും. ഈ 32 ഉണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, അമ്മയെ സമാധാനപ്പെടുത്താൻ. അന്നേരം ഉടനെ ജോമോനോട് ചോദിക്കും, മോനെ മാർക്ക് കിട്ടിയോ? കിട്ടി. നെൽസൺ എത്ര മാർക്ക് മോനെ? അപ്പം ജോമോൻ പറയും, അതെനിക്ക് അറിയത്തില്ല മാമേ, പക്ഷെ മാർക്ക് കിട്ടി. അപ്പം ഞാൻ ഈ മാർക്ക് പറയുമ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഈ വൈകിട്ട് ഇലയപ്പം ഉണ്ടല്ലോ, ഈ ഇലയപ്പം തിന്നിട്ടേ പറയാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ ഓടിക്കും. അതുകൊണ്ട് മാർക്കിന്റെ കാര്യം പറയത്തില്ല. മാർക്ക് കുറഞ്ഞാൽ ഓടിക്കത്തില്ലേ? അപ്പൊ ഇങ്ങനെ നിൽക്കും. ഓ മാർക്ക് ഒന്നും പറഞ്ഞില്ല, സാറ് കൊണ്ടുവന്ന്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയും, അപ്പൊ ജോമോൻ തന്നെന്ന് പറഞ്ഞെന്നറിഞ്ഞാ നമ്മെ 32 പേരുടെ കൊടുത്തു, ബാക്കി 15 പേരുടെ നാളെ കൊടുക്കാന്ന്. ഇങ്ങനെയൊക്കെ ആക്കി വെക്കും. അതെന്തിനാന്നറിയാം? കൃത്യമായിട്ട് വിശ്വസിപ്പിക്കണം. എന്നിട്ട് ഇലയപ്പൊക്കെ തിന്ന് അച്ഛൻ വരുമ്പം കള്ളം പറയത്തില്ല. അച്ഛൻ ചോദിക്കും എത്ര മാർക്ക് കൊണ്ടുവരാ? ഞാൻ പറയും 32 അല്ലെ 33 പറയും. 1 മാർക്ക് 2 മാർക്ക് എന്തായാലും കൂട്ടി പറയും കേട്ടോ, പേപ്പർ തരത്തില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറയാം ഇത്രയും അല്ലേ. രാവിലെയൊക്കെ അങ്ങനെ ഒരു ഡയലോഗ് ഇടും. അമ്മ ഇങ്ങോട്ട് ഓടി എന്നിട്ടാണ്ട് ഇങ്ങനെ ഒരു കുത്താൻ വരും. ഇതാണ് ഇങ്ങനെ മുഖത്ത് പിടിച്ചൊരു പിരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് അന്നില്ല ചീനി എടുക്കുന്ന തുടുപ്പാ എന്തിനും വീട്ടിൽ പെട്ടെന്ന് അമ്മയുടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പറയും, അതങ്ങ് പോവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, പക്ഷേ അന്നൊക്കെ അവരൊക്കെ ഇങ്ങനെ കമ്പയർ. പിന്നെ ഞാനും മനുവും സണ്ണിയും ഉണ്ടല്ലോ, 3 പേരും ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 പേരിൽ ആര് കൂടുതൽ മേടിക്കുന്നെന്നുള്ളതാണ്. അതും ഒരു പ്രശ്നമാണ്. അത് ഇന്ന് തന്നെ ഒരു സസ്പെൻസ് ആയിട്ടിരുന്നോട്ട് ആര് മേടിച്ചു, അവരുടെ കൊച്ചുങ്ങളും കേൾക്കണ്ടല്ലോ. ഞങ്ങൾ 3 പേരും മാന്യമായി പഠിച്ചിരുന്നവരെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടുണ്ടോടി? ഒരിക്കലും ഇല്ല. എനിക്ക് നിയമോടെ സുഹൃത്ത്, ഞാൻ ചോദിക്കും മോനെ നിന്റെ സുഹൃത്ത് ആരാ? നിങ്ങൾ അറിയാമോതെ ഞാൻ നോക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് നോക്കിയപ്പോൾ എങ്ങനെ എൻ്റെ ലാപ്ടോപ്പിൽ കിടന്നതുകൊണ്ടാണ് കുഞ്ഞിന് ഉറക്കം വരുന്നില്ല. അവിടെ കാണാൻ ഒരു പാവിരിച്ചോളൂ കേട്ടോ. ജൂലി എന്തോ ഒരു കൊച്ചുണ്ടായിരുന്നല്ലേ, ജസബ്. അതൊന്നും അല്ല. നിങ്ങളുടെ ചേട്ടാ ഒന്ന് പറയാൻ അനുവദിക്കൂ. നിങ്ങളുടെ മാറി വാനിയോസി വെച്ച് നിങ്ങളുടെ ഇതിനൊരു ബർത്ത്ഡേ വിഷസ് ഒക്കെ അയച്ചല്ലോ ഒരു ചേച്ചിക്ക്. ഓക്കെ വിട്ടേര്, അതുപോലും അറിയത്തില്ല. അപ്പം ആ കൊച്ച് താങ്ക് യു എന്നിട്ടുണ്ട് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ. മറ്റേന്തോ പേര് തപ്പുക. അപ്പം അത് ഫ്രണ്ട്സ് അല്ല. അപ്പം ഈ ബാലേന സഖ്യത്തിൻ്റെ മേഖലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന് സംസ്ഥാന തലത്തിൽ നിൽക്കുന്നവരെ പോലും അത് ബന്ധം ലീഡ് ചെയ്യുന്നില്ല. അലീന എന്നൊന്നും അല്ലെന്നേ, പ്രസിഡന്റ് സ്റ്റേറ്റ് അലീൻ. ഇവിടെ നീ മിണ്ടായിരിടെ, നീ ആർക്കാണ് ഫോട്ടോ വയ്ക്കാത്ത ഇത് അടിച്ചെന്നുള്ളതല്ല ഞാൻ ചോദിച്ചോളൂ. അപ്പം ചുമ്മാ അങ്ങ് അടിക്കുക, മനസ്സിലാവുന്നേ ലിനി. അപ്പം നമ്മുടെ ഒരു കമ്പാരിസൺ നമ്മൾ പറയുന്നില്ല ആര് നിങ്ങൾ സൗഹൃദ ബന്ധം എടുക്കുന്നു. നിങ്ങളുടെ സ്കൂളിൽ തന്നെ നിങ്ങളുടെ ഒരു നല്ല ഉറ്റ ഒരു 10 സ്കൂൾ കുഞ്ഞുങ്ങളുടെ പേര് പെട്ടെന്ന് പറ. നീ പറ. ഇല്ല നിങ്ങൾക്ക്. കാരണം എന്താ? എന്നാ പെട്ടെന്ന് പറയട്ടോ, ഒരു സെക്കൻഡ് കൊണ്ട് പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടോ, അഷ്ടവരി, അഞ്ജന, അരുണിമ, ഒന്നും സുഹൃത്തല്ലേ. സുഹൃത്താവണമെന്നുള്ള എന്നോട് സുഹൃത്ത് ആരാന്ന് ചോദിക്കണ്ട. എനിക്ക് പ്രദീപ് എന്ന് പറയുന്നതിന് എനിക്ക് ഒരു 1000-ലൊന്നും വേണ്ട. നിഷാദ് 1000-ലൊന്നും വേണ്ട. ഇപ്പൊ രൂപ എനിക്കിതൊന്നും 10,000-ലൊന്നും പോലും വേണ്ട. സെക്കൻഡ് ഡാന്ന് വരും. ഓക്കെ. അപ്പൊ നമ്മൾ ആലോചിച്ചോണം മറ്റുള്ളവരുമായി താരതമ്യം. പിന്നെയും കൈമലത്തി കാണിക്കും. അത് ആലോചിച്ചോണം. ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. എന്താ നോക്ക നേഹ. അപ്പൊ അന്നേരം ടൈപ്പ് അല്ല എന്റെ നേഹ. ഇത് പറയാനുള്ളത് കൃത്യമായി പറയണം. ഓക്കെ. ഞങ്ങളിപ്പം സദാനന്ദപുരത്തിനടുത്ത. അപ്പം ഇതെന്ത് ചെയ്യുന്നു, അന്നേരം കിട്ടുന്ന സന്തോഷം നേടുന്നവരെ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല നേഹ. നിനക്കൊരു ഒരു വിഷയമുണ്ടായി അന്നേരം തന്നെയാണ് ആ സന്തോഷം കിട്ടുന്നത് എങ്കിൽ നീ ജീവിതത്തിൽ വിജയിക്കത്തില്ല. നിനക്ക് ഞാൻ പറയുമ്പോൾ അതിന്റെ സത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേഹ
ഇതിനകത്ത് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ഇഷ്ടംപോലെ അപമാനം വെക്കണം. അപമാനം നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്ത ഇറ്റ്സ് ഓൺലി മോട്ടിവേഷൻ. അതൊരു 2 minutes കഴിയുമ്പോൾ പോവും. മനസ്സിലാവുന്നോ? പക്ഷെ അപമാനം പോകത്തില്ല. പപ്പ അപമാനിച്ചാൽ ഏക്കത്തില്ല. കാരണം എന്താ? അത്ര നാണം നിങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷെ ഒരു അപമാനം സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ മരണം വന്നാൽ നിങ്ങൾ മറക്കില്ല. ആ അപമാനത്തിൽ വളരണം. നിങ്ങളെ തള്ളിക്കളഞ്ഞെടുത്തുനിന്ന് നിങ്ങൾ കയറി വരണം. ഇത് ഞാൻ ഈ കേൾക്കുന്ന 10,000 പേര് കേൾക്കുന്നെന്ന് പറഞ്ഞ് 10,000 പേർക്കൊന്നും ഈ സ്പാർക്ക് ഉണ്ടാകത്തില്ല. 10,000 ഒരാൾക്ക്, ഒറ്റ ഒരാൾക്കേ സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ ഒക്കെ ഈ ലോകം അങ്ങനെ സൃഷ്ടിച്ചേക്കുന്നേ. അതുകൊണ്ട് നിന്നോട് ഈ പറയുമ്പോൾ നിന്നെ സൂപ്പിച്ച് പറയണമെന്ന് വിചാരിച്ച വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം നീ എന്ത് ചെയ്യണം? അതാലോചിക്കണം. ഇനി മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു പ്രശ്നമാണ്. ഈ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പ്രഷർ കൊടുക്കും. മാനസിക പ്രശ്നം ഉണ്ടാവും. എന്ത് മാനസിക പ്രശ്നം ഉണ്ടാവും? എന്തുണ്ടാവുന്നേ? ഭയങ്കരമായ അടിസ്ഥാനപരമായ ഒരു സമ്മർദ്ദം ഉണ്ടാവും. നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ഉത്കണ്ഠ ഉണ്ടാവും, വിഷാദമുണ്ടാവും, ആത്മവിശ്വാസ കുറവുണ്ടാവും. ആണോ? ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. സംശയമുണ്ടോ? ഇല്ല. കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തിനാ ഞാൻ പറയുന്നതെന്ന് അറിയാമോ? എല്ലാവരും കേൾക്കുവോ? നെൽസൺ അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, എന്നിട്ട് ആ കൊച്ചുങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് തോന്നരുത്. ഓക്കെ, ഇതൊന്നും പ്രഷറല്ല. ഉള്ള മോഹം എന്തോടി ഇങ്ങനെ? ഞാൻ കേൾക്കുക. അങ്ങനെ കേൾക്കണ്ടടാ. നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം, നിന്റെ ഒരു പോസിറ്റീവ് മൈൻഡ് ആണോന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയാവോ? നിങ്ങൾ 1000 പേരോടാണ് സംസാരിക്കുന്നത്. 1000 പേരാണ് നിങ്ങളെ കാണുന്നത്. എനിക്കിത് പറയാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഇത് ചേച്ചി അതിനെ വിളിച്ചോണ്ട് പോവായിരുന്നു. ആരുടെ? ഓക്കെ മോനെ. അപ്പം മാനസിക സമ്മർദ്ദം, ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം വന്നാൽ, മനസ്സിലായോ മോനെ? 3 മാനസിക സമ്മർദ്ദം ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ആയോ? നീ ഒരു എനർജി അല്ല, മനസ്സിലായോ? ഈ ഒരു മാനസിക സമ്മർദ്ദം വന്നാൽ ആത്മഹത്യക്ക് വരെ കുട്ടി പ്രേരിപ്പിക്കപ്പെടും. മനസ്സിലാവുന്നോ? ഇപ്പം എന്താണ്ട് നീ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും ചെയ്യത്തില്ല. ഞാൻ നിന്നോട് പറയാറുണ്ടല്ലോ, ഒരു ടെൻഷൻ അടിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായി തരിക, നിങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുക. നിങ്ങൾ മോശം വഴി പോകാൻ പപ്പ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യരുത് എന്ന് പറഞ്ഞു തരാനേ ഈ കാലത്ത് പറ്റൂ. ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ. നിങ്ങൾ കൂടെ നിങ്ങൾ ഇവിടുന്ന് പോയി ഹവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോവാം, എനിക്ക് അവിടെ വന്നിരിക്കാൻ പറ്റൂ? അപ്പോൾ ആ ക്യാരക്ടർ ഫോർമേഷനാണ് വേണ്ടത്. ബിഹേവ് ചെയ്യുന്നതിനകത്ത് ഞാൻ വിശ്വസിക്കത്തില്ല. ഈ പട്ടി നമ്മളെ കാണുമ്പോൾ നല്ലോണം ബിഹേവ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ക്യാരക്ടർ ഏതാണെന്ന് അറിയാൻ ഒക്കത്തില്ല. ഇവന് സൈക്കിൾ പോയി കഴിഞ്ഞാൽ അവൻ കടിക്കും. ആണോ? ഇവന് തൃക്കണമെങ്കിൽ കൂടെ ഏത് സൈക്കിൾ പോയാലും അവൻ ചാടി വീഴും. അതവൻ്റെ ബേസിക്കാണ്. പക്ഷെ അവൻ്റെ ക്യാരക്ടർ വേറെയാണ്, അവൻ നമ്മളോട് പെരുമാറുന്നത് വേറെയാണ്. ഇതുപോലെ ആയിരിക്കും മനുഷ്യർ നിങ്ങളോട് പെരുമാറുന്നത് അവരുടെ തന്ത്രമായിരിക്കാം. പക്ഷെ ബേസിക്കലി അവൻ്റെ ക്യാരക്ടർ എന്താണ്? അവൻ്റെ ഇൻബോൺ ക്യാരക്ടർ. എവരി വൺ ഹാവ് എ ക്യാരക്ടർ ഫ്ലോ ദാറ്റ് ബ്രേക്ക് ഔട്ട് വെൻ ദേ ആർ ഗെറ്റിംഗ് ദ സർക്കംസ്റ്റാൻസസ്. സാഹചര്യം കിട്ടുമ്പോഴേ എന്തോ ഒന്ന് പറ. അന്ന് ചുമ്മാ ഏതാണ്ടങ്ങ് പറയാം. അപ്പം എന്ത് ചെയ്ത് നമ്മൾ ഈ പറയുന്നത് എന്തോന്നറിയാമോ? അപ്പം നമുക്കുണ്ടാകുന്ന സ്വഭാവ വൈകല്യം ഒരാൾക്കുണ്ടാകുന്ന, ഇതെന്തിനാ പറഞ്ഞു തരുന്നതെന്നറിയാമോ? നാളെ ഇതേപോലൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടെ അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തെ അത് ഓർത്തില്ല എന്നൊന്നുമില്ല. നീ ഒരാളെ മനസ്സിലാക്കുമ്പം അയാൾ ബിഹേവ് ചെയ്യുകയാണോ, അയാൾ പെരുമാറുകയാണോ, അതോ അയാളുടെ സ്വഭാവമാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് ഭയങ്കര പാടാ. ഈ പെൺകൊച്ചുങ്ങളെല്ലാം ഓരോ കുഴി ചെന്ന് ചാടുന്ന എന്തുകൊണ്ടാ? അവന്റെ ക്യാരക്ടറും അവന്റെ പെരുമാറ്റവും തമ്മിൽ അറിഞ്ഞുകൂടാ. നിങ്ങൾ അവന്റെ പെരുമാറ്റം കാണുന്നത്, അന്നേരം കാണുന്നതാ മനസ്സിലാക്കുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ ക്യാരക്ടർ വ്യത്യാസമാണ്. ക്യാരക്ടർ എപ്പോഴാന്ന് വെച്ചാൽ ഒരു സാഹചര്യം വരുമ്പോൾ അത് പുറത്തെടുക്കും. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവൻ വലിയ പെരുമാറ്റം കൊണ്ടൊക്കെ നടന്നവൻ ചിലപ്പോൾ അത് ക്യാരക്ടർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കരോട്ടയ്ക്ക് വിടുന്നത്. ഹു എന്നൊക്കെ ആക്കുമ്പോഴത്തെ അവൻ ഓടും. അവൻ ചിലപ്പോൾ വലിയ കരോട്ടക്കാരനാണെങ്കിൽ നിങ്ങൾ അടിയും കൊള്ളും. മനസ്സിലായോ? മാനസിക സമ്മർദ്ദം നമ്മൾ കൊടുക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കുട്ടികളുടെ താല്പര്യം മനസ്സിലാവുന്നു?
നിങ്ങളുടെ താല്പര്യം എന്താണ്, മനസ്സിലായോ? അത് തിരിച്ചറിയണം. ഞാൻ നിങ്ങളുടെ ക്യാരക്ടർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ എന്താകണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓരോ ദിവസവും ഓരോ അഭിപ്രായം എന്നോട് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മോനെ, നിങ്ങൾ ചിലപ്പോൾ ഈ എല്ലാ പിള്ളേരും പറയുന്നുണ്ട് IAS IPS എന്നൊന്നും പറയരുത്. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങൾ ഈ പറയുന്ന ലിനി, നീ പറ, നമ്മൾ സ്കൂളിലൊരു നീ ഒരു ടീച്ചറല്ലേ, നമ്മളൊരു 500 പിള്ളേരോട് ചോദിച്ചാൽ 100 പേര് 250 പേരും IAS IPS എന്ന് പറയൂ, അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറയും. കാര്യം എന്താ? അവര് കേട്ടിട്ടുള്ളത് ചുമ്മാ അങ്ങ് തള്ളുക. പക്ഷെ ടീച്ചർ മനസ്സിൽ വിചാരിക്കുന്നത് എന്തോന്നറിയാം, എന്തുവാ ഇവള് പറയുന്നു, അയ്യച്ചോ, അവർക്ക് ഓരോ കുട്ടി അറിയാലോ. എനിക്കിപ്പോ നീ ഇപ്പൊ എന്നോട് പറയുമ്പോ, നിങ്ങളിപ്പോ എന്നോട് പറയുവാന്ന് പറയുമ്പോ ഞാൻ നോക്കും ഈ കൊച്ചു കൃത്യമായി പത്രം വായിക്കുന്നുണ്ടോ, ഞാൻ നോക്കുന്നത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ. നമ്മുടെ വീട്ടിൽ 2 പത്രം. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതെടുത്തിട്ട് പപ്പ ഈ വിഷയത്തെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങൾ ആ സൈഡിൽ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം. ഓക്കെ, മനസ്സിലായോ? സമ്മല്ല. അപ്പൊ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണമെന്ന് പറയുന്ന ആ തലത്തിലൊന്നും ആവത്തില്ല. മനസ്സിലാവുന്നു? ഡോക്ടറും എഞ്ചിനീയറും അല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ജോലിയും. ആണോ? അല്ല. ഡോക്ടർ ഇരിക്കുന്ന എവിടെയുടെ ഡോക്ടറുടെ സേവനം ഉള്ളത്? ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിന്റെ മുതലാളി ആരാ? ആറ്റിറ്റ്യൂഡ് ഉള്ളവനാ മുതലാളി, അവനാ ശമ്പളം ഇടുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, സംരംഭകത്വം വലിയൊരു പോയിന്റാണ്, ബിസിനസ് വലിയൊരു പോയിന്റാണ്. എടാ, ഇന്ന് രാവിലെ 3:30 എഴുന്നേക്കണമെന്ന് പറഞ്ഞു. എന്തിനടിയിൽ ഇനി ഫുട്ബോൾ കാണാൻ. ആരുടെ ടീം? അർജന്റീന. ആരെ ഓർത്ത്? മെസ്സി ഓർത്ത്. അപ്പം മെസ്സിമാരാവാൻ കഴിയണം, റൊണാൾഡോ ആവാൻ കഴിയണം, ഉസൈൻ ബോൾട്ട് ആവാൻ കഴിയണം, ചാട്ടക്കാരനാവാൻ കഴിയണം, യുണീക്ക് ആവാൻ പറ്റണം. അപ്പൊ അതും IAS IPS. നിനക്ക് കേരളത്തിൽ എത്ര IASകാർ രാവിലെ എഴുന്നേറ്റെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടി എഴുന്നേക്കും? നമ്മുടെ ആൻ ജൂലി തോമസ്, കൊല്ലം ജില്ലാ കളക്ടർ, അവരെ പോലെ ആവണമെന്ന് പറയണോ നിങ്ങൾ ജൂലി ആൻ ഇവിടെ കൊട്ടാരക്കര വരുന്ന പറഞ്ഞാൽ നിങ്ങൾ ഓടത്തില്ല. മെസ്സി വന്നാലോ ഓടും. യുണീക്നെസ് ആവണം. പഠിച്ചൂടെ ഒരു കുട്ടിക്ക്? മനസ്സിലായോ? അപ്പം അടുത്ത അവിടെ അങ്ങനെ കടത്താം. അപ്പൊ അടുത്ത സംരംഭത്വം പറഞ്ഞ അത് പറഞ്ഞല്ലോ, ഗവേഷകർ, സയന്റിസ്റ്റ്, ആർക്കിമിഡീസ്, വലിയ ഗവേഷണം, സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര. യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, യു ഹാവ് പെർപ്ലെക്സിറ്റി, ജെമിനി, യു ഹാവ് എന്തുകൂടി മറ്റേ പേര്, ചാറ്റ് GPT, ലോട്ട് ഓഫ് AI ചാറ്റ് ബോർഡ്. യു ഹാവ് ടു റിസർച്ച്. നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് പോകാൻ കഴിയും. ഐഡിയ കിട്ടിയോ? അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം. പിന്നെന്തുവാ, അങ്ങനെ മാതാപിതാക്കളുടെ യഥാർത്ഥ ഉത്തരവാദിത്വം എന്താ? ഞാൻ ഇത്രയും അങ്ങ് പറഞ്ഞു നിർത്താനാ. ഒരു കുട്ടിയെ മറ്റൊരാളാക്കാനല്ല. എന്തോ കുട്ടിയെ നേഹ എന്നോട് ചോദിക്കുക, കുട നോക്കട്ടെ എന്ന് മഴ വരുമ്പോ. കുട നോക്കണമെന്നല്ല, എന്തിനാടാ എന്നോട്? അതെന്തോ ആവട്ടെ, നിർത്തിയാലും നിർത്തിയില്ല, ഇതൊന്നും അല്ലല്ലോ. നമ്മൾ മഴ നനയാതിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇഷ്ടം. ഇപ്പൊ എന്താ പറയാ പപ്പ പറഞ്ഞ്, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജോലി എന്താണെന്നറിയാം, അവരുടെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടിയെ മറ്റൊരാളാക്കാനല്ല, IAS IPS ഇതൊന്നും ആക്കാനല്ല, കുട്ടിയെ കുട്ടിയാക്കാനാ, അവന്റെ രൂപമാക്കാനാ. മോന്റെ രൂപം എന്തുവാ? എനിക്ക് IAS IPS ആവണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ വന്നു. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ യുണീക്ക് ആവുന്നത് അത് ലോകത്ത് ഏറ്റവും കൂടുതൽ മീൻ വിൽക്കുന്ന ആളായിട്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പുല്ലായാലും എനിക്ക് പ്രശ്നമില്ല. മീൻ വിൽക്കുക എന്ന് പറഞ്ഞാൽ ലുലുവിന്റെ മുതലാളി എല്ലാം ചെയ്യുന്നതാ, ഹോൾമാർട്ട് ചെയ്യുന്നു അതാ. പക്ഷെ അവർ കെട്ടിടത്തിൽ വെച്ച് ചെയ്യും. ആ ഇന്നോവേഷൻ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. നിങ്ങൾ ഏതിൽ നിൽക്കുന്നോ അതിൽ പെർഫെക്ഷനായി വരുന്നു. മനസ്സിലാവുന്നോ? പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇനി തീർക്കുക. കുട്ടികളെന്ന് പറയുന്നതേ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ സ്വന്തമാണോ? അല്ല, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെയാണ്. നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങളാണ്, നിങ്ങളുടെ സ്വന്തമാ, അല്ല ഞങ്ങളുടെ സ്വന്തം അല്ല. മനസ്സിലാവുന്നോ? അപ്പം ഈ എല്ലാവരും ഞാൻ ചിന്തിക്കുന്നത്, നേഹമോളും നിയാമോളും ജനിച്ചത് നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാനാ. മനസ്സിലാവുന്നോ? അപ്പൊ നെൽസന്റെ ജോലി എന്തുവാ? നിങ്ങളെ ഉള്ളിൽ ഇനി പറഞ്ഞ കാര്യമുള്ളൂ. നിങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ടി, നിങ്ങൾ കുഞ്ഞുങ്ങളാവുമ്പോഴും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകി നിങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ജോലി. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് മേടിച്ചു തരിക അല്ല എന്റെ ജോലി.
മനസ്സിലാവുന്നോ? നിങ്ങളെ നിങ്ങളാക്കാൻ വേണ്ടി സഹായിക്കുകയാണ് എൻ്റെ ജോലി. പഠിച്ചോ? ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ അപ്പൊ ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉറക്കമൊക്കെ ഇതിനകത്ത് പറഞ്ഞ എന്തിനാണെന്നറിയാവോ? ഞാൻ നിങ്ങളെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു മക്കളെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴിയെ പോകുമ്പോ അപ്പൊ ഈ പറയുന്നത് നാട്ടുകാർ ചോദിക്കടാ നീ ഇത് ആർക്ക് വേണ്ടിയാടാ പറഞ്ഞതെന്ന് ചോദിക്കും. മനസ്സിലാവുന്നോ എന്റെ മോനെ കൊണ്ട്? ഒന്നുകൂടെ ഇതാണ് എന്റെ പപ്പിയുടെ മുത്ത്, ചക്കരമുത്ത്, പൊന്നാരമുത്ത്. ഓക്കെ, കുഞ്ഞ് കണ്ടില്ല, അല്ല ഇപ്പൊ തന്നെ